നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തിക അനാഥാശ്രമത്തിലാ വളർന്നെന്നൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാ. അതെ, നമുക്ക് അമ്പലത്തിലൊന്ന് പോയി വന്നാലോ? ഞാനില്ല. അതെ വക്കീലേ, ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം എത്രയും പെട്ടെന്ന്. റിസപ്ഷനിൽ വെച്ച് ഞാൻ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹം അനൗൺസ് ചെയ്യും. ഈശ്വര, കുരുക്കുകൾ കൂടുതൽ മുറുകുകയാണല്ലോ. ചെയ്തതൊക്കെ അബദ്ധമായോ? ഇവിടെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിക്കണം. എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? ഒന്നുമില്ല. അല്ല, കാർത്തിക എന്താ ഞങ്ങളുടെ ആരുടെയും കൂട്ടത്തിൽ കൂടത്തെ? ഞാൻ പുതിയ വീടും സാഹചര്യങ്ങളുമായിട്ടുള്ള അകൽച്ചയെന്നാ ഞാൻ ആദ്യം കരുതിയ. പക്ഷേ എല്ലാം പരിചയപ്പെടാനും ഇണങ്ങാനും ഉള്ള സമയം കഴിഞ്ഞല്ലോ. ഇതൊന്നുമല്ല, വേറെന്തോ ഉണ്ട്. ഒന്നുമില്ല. അങ്ങനെയും വരാം. കാർത്തികയ്ക്ക് തീർത്തും അപരിചിതമാണല്ലോ ഈ വീടും ആളുകളും ഒക്കെ. ഞാനിവിടെ കല്യാണം കഴിച്ച് വരുന്നതിന് മുമ്പേ എനിക്കെല്ലാരെയും അറിയായിരുന്നു. അതുകൊണ്ട് എല്ലാരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങി. കുറച്ചൊക്കെ നമ്മളും കൂടി മുൻകൈ എടുക്കണ്ടേ? അതോ ഇനി സത്യാമ്മ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? സത്യാമ്മ ഒഴികെ എല്ലാരും കുഞ്ഞേച്ചിയുടെ പക്ഷത്താണെന്നും ഞങ്ങളെയൊക്കെ സൂക്ഷിക്കണമെന്നും. അല്ല, കാർത്തികയ്ക്ക് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞത് ആരാന്ന് മനസ്സിലായോ? ശാലിനി ചേച്ചി, വിഷ്ണുവേട്ടന്റെ ഭാര്യ. ശാലിനി ചേച്ചി എന്റെ സ്വന്തം കൂടെപ്പറപ്പാ. ചേച്ചി തന്നെ വിഷ്ണുവേട്ടന്റെ ഭാര്യയായി ഇവിടെ വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനു പകരം വിഷ്ണുവേട്ടൻ കാർത്തികയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ തോന്നിയെന്നുള്ളത് സത്യ. പക്ഷേ അതൊന്നും കാർത്തികയോടായിരുന്നില്ല, വിഷ്ണുവേട്ടനോടായിരുന്നു. വിഷ്ണുവേട്ടന് നല്ല സ്നേഹമായിരുന്നു കുഞ്ഞേച്ചിയോട്. ഒരു ദൈവത്തെ പോലെയാ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനെ ആ മനസ്സിൽ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നത്. ആ സ്നേഹവും കരുതലും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് തട്ടിക്കളഞ്ഞു പോയതിനാ എനിക്ക് വിഷ്ണുവേട്ടനോട് ദേഷ്യം തോന്നിയത്. അതിപ്പോഴും ഉണ്ട്. പക്ഷേ അതിനു പാവം കാർത്തിക എന്തു പിഴച്ചു? നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വന്ന് പെട്ടു പോകുന്നതല്ലേ. എന്റെയും കുഞ്ഞേച്ചിയുടെയൊക്കെ കഥ അങ്ങനെ തന്നെയാ. കാർത്തിക അനാഥാശ്രമത്തിലാ വളർന്നെന്നൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാ.
അതെ, നമുക്ക് അമ്പലത്തിലൊന്ന് പോയി വന്നാലോ? ആ, ആ, ഏയ് ഞാനില്ല. അല്ല, കുറച്ച് അടുത്ത് പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാന്ന് കരുതിയാ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ്. അല്ല, ആരോടും അടുക്കണ്ടെന്നാണ് കാർത്തികയുടെ തീരുമാനെങ്കിൽ അത് വേണ്ട. അതുകൊണ്ടല്ല ശ്യാമേ, ഞാൻ സത്യാമ്മയോട് ചോദിക്കാതെ. സത്യാമ്മയോട്? പോയിട്ട് വാ കാർത്തികേ. സത്യാമ്മ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? അവരെ പറ്റി ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. മോളെ, അടുത്തിടപഴകാനും സൗഹൃദം സ്ഥാപിക്കാനുള്ള ആഗ്രഹത്തിലല്ലേ ശ്യാമ നിന്നെ അമ്പലത്തിലേക്ക് വിളിക്കുന്നത്? മോളെ, എത്ര നാളാ നീ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോന്നേ? ദേ, പോയി ഭഗവാനെ കണ്ടിട്ട് വാ. ശരി, ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം. ശരി. ശ്യാമേ, കാർത്തികയായിട്ട് അടുത്തിടപഴകണം എന്നുള്ള ആഗ്രഹമൊക്കെ നല്ലതാ. അക്കാര്യത്തിൽ ഞാൻ അവളെ പറഞ്ഞു വിലക്കിയിട്ടൊന്നുമില്ല. സത്യാമ്മേ, ഞാൻ പോ, വേഷം മാറി അമ്പലത്തിൽ പോ, കേട്ടോ? ഭഗവാനെ കാണുമ്പോ നല്ലത് മാത്രം ഉണ്ടായാ മതി മനസ്സിൽ. പോയിട്ടോ, പോ. ചേട്ടാ, ഇവിടെ നിർത്തിയാ മതി. ഇവിടെയോ? ആ, ഇവിടെ തന്നെ. എത്രയോ? 80. അല്ല ശ്യാമേ, ഇവിടെ എവിടെ അമ്പലം? ഇവിടെ അടുത്ത് തന്നെയാ, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അല്ല, ഓട്ടോ പോകുന്ന വഴിയല്ലേ? കാർത്തികയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലേ? അങ്ങനൊന്നുമില്ല. സത്യമ്മയുടെ വീട്ടില് കാറുണ്ടെങ്കിലും അമ്പലത്തിലൊക്കെ ഞാൻ നടന്നേ പോകാറുള്ളൂ. കാർത്തിക കൂടെ ഉള്ളോണ്ടാ ഇപ്പൊ ഓട്ടോ വിളിച്ച. ശരീരം നോക്കാൻ വേണ്ടിയൊന്നും അല്ലാട്ടോ, ഞങ്ങളെ സഹോദരിമാര് കുഞ്ഞുനാളും മുതലേ അങ്ങനെയാ ശീലിച്ച്. ഒരു പൈസ മിച്ചം പിടിച്ചാ അത്രേ ആയിന്നുണ്ട് ഞങ്ങക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.